ഇസ്ലാം മതം ഉണ്ടാകുന്ന സമയത്ത് ഈ അറബികളുടെ വംശപരമ്പരയിൽ ഹിന്ദു മതത്തിന് വലിയ സ്വാധീനമാണ്. അപ്പോൾ അവരുടെ പ്രസിദ്ധമായ ഒരു താവളം ഉണ്ടായിരുന്നു അവർക്ക്. അവർ ഈ ബഹ്റൈനിലും UAE സ്ഥലത്ത്, അതിൽ ഏറ്റവും പ്രസിദ്ധമാണ് കുവൈറ്റ്. ആ കുവൈറ്റിൽ അവിടുത്തെ ഒരു രാജാവ് ഇന്ത്യയിലെ ഒരു രാജകുമാരനെയും കൂടുള്ള കച്ചവടക്കാരെയും സ്വീകരിച്ചു. ആ സ്വീകരിച്ച ആളുകൾ വളരെ കൃത്യമായി പറയുന്നു, മെലൂഹ എന്ന സ്ഥലത്താണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ BC 2000-ത്തിനടുത്താണ് ഈ രേഖ. BC 2000-ൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ, സൈനിക നിര സംസ്കാരം നല്ല ഉച്ചത്തിലാണ്. ഇവിടുന്ന് ഒരു രാജകുമാരനും 3 കച്ചവടക്കാരാണ് പോയത്. അവരവിടെ ചെന്നൊരു കേസിൽപ്പെട്ട് ഇവരെ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നതും അവരുമായി സംസാരിക്കുന്നതും അവർ ഭംഗിയായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുവൈറ്റ് പട്ടണം പുതുക്കിപ്പണിഞ്ഞ സ്ഥലത്തെ മണ്ണ് മാറ്റുമ്പോൾ അവിടുന്ന് കുറേയേറെ രേഖകൾ കിട്ടുകയാണ്. ഈ രേഖയ്ക്കകത്തു നിന്നാണ് ഈ ഇൻഡസ് വാലി സിവിലൈസേഷനും ഇവരുമായിട്ടുള്ള ബന്ധം മനസ്സിലാകുന്നത്, കുവൈറ്റിലെ ഓൾഡ് സംസ്കാരമായിട്ടുള്ള ബന്ധം. എന്നിട്ട് അവരുടെ ഭാഷയിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ കാണുന്നു, ഈ മെലൂഹ കച്ച, മെലൂഹയിൽ താമസിക്കുന്നത് വന്നിരുന്നതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഹിന്ദിയിലൊക്കെ മളയച്ച എന്നൊരു വാക്കുണ്ട്, മെലൂഹ കച്ച, മെലൂഹയിൽ താമസിക്കുന്നത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ ഡിസപ്പിയർ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടുത്തെ ജനത്തെ വിളിച്ച പേരാണ് ഈ മളയച്ച എന്ന വാക്ക്. ആര്യനല്ലാത്ത ആളുകളെന്ന സൂചനയിലാണ് ഈ മെലൂഹ എന്നുള്ള വാക്കിലാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ബന്ധം സംബന്ധിച്ച് അറബികളുടെ ഫിലോസഫിയിൽ ഹിന്ദുമതം സ്വാധീനിച്ചു. ആ ഹിന്ദുമതം സ്വാധീനിച്ച ശേഷം അത് പരിശുദ്ധ ഖുർആനിലും അവരുടെ ഫിലോസഫിയിൽ അത് സ്വാധീനിക്കാൻ തുടങ്ങി. പ്രവാചകനായ മുഹമ്മദ് നബി മക്കയിൽ വരുമ്പോൾ 365 ദൈവമുണ്ട് അവിടെ. ജനുവരി 1-ന് ദൈവം, ജനുവരി 2-ന് ദൈവം, ഇങ്ങനെ ദൈവങ്ങളാണ്. ഈ ദൈവങ്ങളെ മുഴുവൻ മാറ്റിയ ശേഷം അദ്ദേഹം ഒരു ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഏകദൈവ വിശ്വാസം കിഴക്ക് നിന്ന് വന്ന വിശ്വാസമാണ്. അതുകൊണ്ടാണ് വളരെ കൃത്യമായി നമ്മുടെ ഈശോവാസ്യ ഉപനിഷത്തിലാണ് ഏകം സദ് ബ്രഹ്മം ബൃഹാവന്തി, ഈ ബ്രഹ്മം ഒന്നേ ഉള്ളൂ, ഒന്നിലേറെ ബ്രഹ്മങ്ങളുണ്ട്, നിങ്ങൾ വിശ്വസിച്ച് കളയുന്നതാണ്. ഈ വലിയ സംഭവം വളരെ കൃത്യമായി ഖുർആനെ സ്വാധീനിച്ചവിടെ വരികയാണ്. ഈ ഏകദൈവ വിശ്വാസമാണ്, മോണോതെയിസം എന്ന് പറയുന്ന സംഭവം. അതിനുശേഷം ഹിന്ദു മതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയും തത്വങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അവർ തമ്മിലാണ് 100ഓളം വിശ്വാസത്യങ്ങളിൽ സാമ്യമാണ്. അത് അവർ അറബി ഭാഷയിൽ പറയുന്നു, നമ്മൾ സംസ്കൃത ഭാഷയിൽ പറയുന്നു, അത്ര എൻ്റെ വ്യത്യാസമുള്ളൂ. ഈ വലിയ സാമ്യമുണ്ട്. ഇനി അത് കൂടാതെ ഈ അറബികളുടെ ഒറിജിൻ വരുന്ന സുമേരിയൻ സംസ്കാരം. അപ്പോൾ ഈ അറബികളും യഹൂദന്മാരും അബ്രഹാമിൽ നിന്ന് വരുന്നവരാണ്. അബ്രഹാം എന്ന് പറഞ്ഞാൽ ഊർ എന്ന സ്ഥലക്കാരനാണ്. അതായത് കുവൈറ്റിൻ്റെയും ഇറാഖിൻ്റെയും ബോർഡറിലാണ് ഈ ഊർ. അവിടെ നിന്നാണ് അബ്രഹാം 1500 കിലോമീറ്റർ യാത്ര ചെയ്ത് ഇപ്പോഴത്തെ ലെബനോനിൽ വന്ന് താമസിക്കുന്നത്. അദ്ദേഹം വന്ന് താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരൊക്കെ വേദപുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ സുമേരിയയിലെ ജനങ്ങൾ പറയുന്നു, ഇപ്പോൾ ലോകത്തിലെ ആദ്യ സിവിലൈസേഷൻ സുമേരിയനാണെന്ന് അവർ പാശ്ചാത്യർ പറഞ്ഞു. പക്ഷേ ഈ സുമേരിയൻ സംസ്കാരത്തിൻ്റെ ഒറിജിനൽ സോഴ്സ് എടുക്കുമ്പോൾ അവർ പറയുന്നു, ഞങ്ങൾ കടലിൽ കടന്ന് സൗത്ത് ഈസ്റ്റ് ഏരിയയിലൊരു സ്ഥലത്ത് നിന്ന് ബോട്ടിൽ വന്നവരാണ്. അപ്പോൾ ഈ കുവൈറ്റിൻ്റെ ആ ഏരിയയിൽ നിന്ന് ബോട്ടിൽ നേരെ തെക്കോട്ട് ചോദിച്ചാൽ അത് കേരളവും തമിഴ്നാട്ടിലാണ് വരുന്നത്, സൗത്ത് ഈസ്റ്റേൺ ഡയറക്ഷൻ. അപ്പോൾ ഈ സൗത്ത് ഈസ്റ്റേൺ ഡയറക്ഷനിൽ മനസ്സിലാക്കിയപ്പോഴാണ് ഇവർ സുമേരിയൻ ഭാഷയും മറ്റേ സംസ്കൃത ഭാഷയും കമ്പയർ ചെയ്യുമ്പോഴാണ് തമിഴും സാൻസ്ക്രിറ്റും എങ്ങനെയാണ് ഇവരെ സ്വാധീനിച്ചതെന്ന് കൃത്യമായിട്ട് മനസ്സിലായി. ഉദാഹരണത്തിന് തമിഴ് ഭാഷയിൽ ഗ്രാമത്തിൻ്റെ പേര് ഊർ, സുമേരിയൻ ഭാഷ ഗ്രാമത്തിൻ്റെ പേര് ഊർ. ആ ഊറിൽ നിന്നാണ് അബ്രഹാം പുറപ്പെടുന്നത്. പിന്നെ നമ്മൾ സുമേരിയൻ ഭാഷയിൽ ഫാദർ, അബ്ബ, തമിഴ് ഭാഷയിൽ അപ്പ, സുമേരിയൻ ഭാഷയിൽ മദറിന് എമ്മ, തമിഴ് ഭാഷയിൽ അമ്മ. സുമേരിയൻ ഭാഷയിൽ എള്ള് തന്നെയാണ്, എള്ളെണ്ണ ഉണ്ടാക്കുന്ന എള്ള്. തമിഴ് ഭാഷയിലും എള്ള് തന്നെയാണ് ആ വാക്ക്. ഇങ്ങനെ 120ഓളം വാക്ക് തമിഴും സുമേരിയനും കമ്പയർ ചെയ്താണ് ഈ അറബികളുടെ അല്ലെങ്കിൽ ഒറിജിനൽ ജനവിഭാഗം. അപ്പോൾ ഇപ്പോൾ ഈ DNA കണ്ടുപിടിച്ചപ്പോൾ അവർ DNA എടുത്ത് ടെസ്റ്റ് ചെയ്തു. DNA ടെസ്റ്റ് ചെയ്തപ്പോഴാണ് തമിഴ് ജനതയുടെ പ്യൂർ തമിഴ്സ്, ഈ മിക്സ് ചെയ്യാത്ത തമിഴ്സ്, ഇപ്പോൾ തമിഴ് ജനതയുടെ 20% ഈ ബ്രാഹ്മണരുടെ അല്ലെങ്കിൽ ആര്യന്മാരുടെ R1A R1B മോളിക്യൂളുള്ളത്, DNA ഉള്ളത്.
പക്ഷേ തെക്കൻ തമിഴ്നാട്ടിലെ കണ്ടാമിനേഷൻ കുറഞ്ഞ ഏരിയയിൽ അവരെടുത്ത് പരിശോധിക്കുമ്പം ഈ തമിഴന്മാരുടെ ശരീരത്തിലുള്ള ഏറ്റവും വലിയ ബ്ലഡ് ഗ്രൂപ്പ് L1 എന്ന് പറഞ്ഞ DNA ആണ്. L1 സുമേരിയയുടെയും കുവൈറ്റിലെയും ഒറിജിനൽ അറബികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ബന്ധുക്കൾ എന്ന് പറയും, ബെദൂയിൻസ് എന്ന് പറയും. അവരുടെ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ തമിഴരുടെ L1 ഈ ബന്ധുക്കളുടെ ബ്ലഡിൽ കാണും. അതായത് ഒറിജിനൽ സുമേരിയൻ ആൻഡ് ബാബിലോൺ സിവിലൈസേഷൻ്റെ സോഴ്സ് മെറ്റീരിയൽ പോയത് തമിഴ്നാട്ടിൽ നിന്നാണ്. ഈ ദ്രാവിഡ സംസ്കാരം അങ്ങോട്ട് പോകാൻ, അതുകൊണ്ടാണ് ഈ ദ്രാവിഡ വാക്ക് അവിടെ വരുന്നത്. അപ്പോൾ ശലോമോൻ BC 1000 അവരുടെ പള്ളി പണിയാണ്. ശലോമോൻ ജെറുസലേം ദേവാലയം. നമ്മളിപ്പോൾ വലിയ ഇതൊക്കെ പറയുമെങ്കിലും ജെറുസലേം ദേവാലയത്തിന് ആകെ 90 അടി നീളവും 45 അടി വീതിയും 30 അടി പൊക്കമുള്ള, ഇപ്പോൾ കേരളത്തിലുള്ള മിക്ക കത്തീഡ്രലിനേക്കാൾ വലിയ സാധനങ്ങളാണ്. അപ്പോൾ ഇത് പണിയാൻ നേരം ശാസ്ത്രീയമായി ഇത് പണിയാൻ വേണ്ടി ശലോമോൻ ഇന്ത്യയിൽ നിന്ന് വിശ്വകർമ്മജരെ കൊണ്ടുപോയി. അപ്പോൾ വേദപുസ്തകത്തിൽ പറയുന്നു അവർ ഇന്ത്യയിൽ നിന്ന് തർശീഷ് കപ്പലിൽ വന്നു എന്നാണ്. അപ്പോൾ ഇന്ത്യയിലെ നാവികരെ വിളിക്കുന്ന പേരുണ്ട് തുർവശർ. വേദോത്സവത്തിലുണ്ട്, അല്ല ഋഗ്വേദത്തിലുണ്ട്. തുർവശരും യദുക്കളും പൂരു എന്നൊക്കെ പറയുന്ന ദാസരാജ്ഞത്തിൽ പങ്കെടുക്കുന്നവരാണ്. അപ്പോൾ ഈ തുർവശരാണ് വേദോത്സവത്തിൽ തർശീസ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവർ കൊണ്ടുവന്നപ്പോൾ ഈ ശലോമോന് മയിൽപ്പീലി വളരെ ഇഷ്ടമായി. അപ്പോൾ ഇവരോട് പറഞ്ഞു, നിങ്ങളുടെ നാട്ടിൽ മയിൽപ്പീലി ഉണ്ടല്ലോ, കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഇവർ മയിൽപ്പീലി കൊണ്ടുപോയി. അപ്പോൾ ഭഗവാൻ കൃഷ്ണനെ പോലെ ശലോമോന് മയിൽപ്പീലി വലിയ ഇഷ്ടമായി. അപ്പോൾ ഈ മയിൽപ്പീലിയെ വേദോത്സവത്തിൽ 3000 കുളത്തിനും വിളിക്കുന്ന വാക്കുണ്ട് സുറിയാനി ഭാഷയിൽ. അത് തൂക്കി എന്നാണ്, TUKI. അപ്പോൾ തമിഴ് ഭാഷയിൽ ആൺമയിലിൻ്റെ പേരാണ് തോഗൈ. ഈ തോഗൈ എന്നുള്ള വാക്കാണ് 3000 വർഷത്തിന് മുമ്പ് തൂക്കി എന്ന് വേദോത്സവത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത്. ഭഗവാൻ കൃഷ്ണനെ പോലെ ഈ നമ്മുടെ മയിൽപ്പീലി ഇങ്ങനെ മദ്ബഹായുടെ മുമ്പിൽ മുഴുവൻ തൂക്കിയിട്ടു. അദ്ദേഹം ഈ പൂജാദ്രവ്യങ്ങൾ കൊണ്ടുവെക്കുന്ന മേശ വെറും തടി വേണ്ട, അതിന് ചുറ്റും ആനക്കൊമ്പ് ഡെക്കറേറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആനക്കൊമ്പ് ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് ആളുകൾ കൊണ്ടുപോയി. അപ്പോൾ ആനക്കൊമ്പിനെ വേദോത്സവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കാളഫ്, KLEPH. ഇത് സംസ്കൃതത്തിൽ ആനയുടെ പേരാണ്, കളഫം. അതാണ് സുറിയാനിയിൽ കാളഫ് എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നാവികരിരുന്ന് ഒരു മൃഗത്തിൻ്റെ കളികളെപ്പറ്റി പറയുന്നത് കേട്ടു ശലോമോൻ. ശലോമോൻ ചോദിച്ചു, നിങ്ങൾ ഏത് മൃഗത്തെപ്പറ്റി പറയുന്നു? അത് ഞങ്ങളുടെ നാട്ടിലൊരു മൃഗമുണ്ട്, ഈ മരത്തിലൊക്കെ ചാടി കളയുന്ന മൃഗമാണ്, കുരങ്ങനാണ്. നിങ്ങൾ അടുത്തവണ പറയുമ്പോൾ ഒരു കുരങ്ങനെ കൊണ്ടുവരപ്പോൾ അങ്ങനെ ഇവരിവിടുന്ന് കുറച്ച് കുരങ്ങന്മാരെ കൊണ്ടുപോയി. ഈ കുരങ്ങനെ കളി കണ്ട് ശലോമോന് വലിയ ഇഷ്ടപ്പെട്ടു. ശലോമോൻ ആ കുരങ്ങനെ വേദോത്സവത്തിൽ സുറിയാനി ഭാഷയെ വിളിക്കുകയാണ് കപ്പി. ഇത് സംസ്കൃതത്തിൽ കുരങ്ങൻ്റെ പേരാണ് കഫി. അതാണ് നമ്മൾ ഹനുമാനെ കബീന്ദ്രൻ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ തമിഴും സംസ്കൃതമുള്ള 24 വാക്ക് വേദോത്സവത്തിൽ 3000 കൊല്ലത്തിനും കടന്നുകൂടിയിട്ടുണ്ട്. അപ്പോൾ ശലോമോൻ്റെ സദൃശ്യവാക്യങ്ങളിലും ശലോമോൻ്റെ സുഭാഷിതങ്ങളിലും വളരെ കൃത്യമായി ഇന്ത്യൻ ഫിലോസഫി മിക്സ് ചെയ്യാൻ തുടങ്ങി. ഇന്ത്യയുടെ ഭോഗരുൾപ്പെടെയുള്ള സിദ്ധന്മാരുടെയും ഉത്തരേന്ത്യയിലെ പുസ്തകങ്ങളും റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി. ആ വേദപുസ്തകത്തിൻ്റെ ബേസിക് ഫാക്റ്റിൽ അത് കയറിയത് കൊണ്ട്, ദാവീദ് രാജാവും ഒക്കെ വരുന്ന ബേസിക് ഫാക്റ്റിൽ കയറിയത് കൊണ്ട് അവരുടെ കോർ സംഭവമായി. അപ്പോൾ ഈ ദാവീദ് രാജാവ് ശലോമോന് ജന്മം കൊടുത്തത് ബാത്ശേബ എന്ന സ്ത്രീയിലാണ്. ദാവീദ് രാജാവിന് 10 ഭാര്യമാരുണ്ടായിരുന്നപ്പോൾ അപ്പോഴാണ് പട്ടാളക്കാരുടെ ഭാര്യ കുളിക്കുന്നുണ്ട്. അങ്ങനെ ഇയാൾക്ക് വലിയ ആഗ്രഹമായി. അങ്ങനെ ആ പട്ടാളക്കാരനെ ഊരിയാവിനെ യുദ്ധമുന്നിൽ വെച്ച് കൊന്നിട്ട് ഈ ഭാര്യയെ കയ്യിലെടുത്തു, ബാത്ശേബ. അപ്പോൾ ഈ ബാത്ശേബ ഹിറ്റൈറ്റ് സ്ത്രീയാണ്, തുർക്കിയിലെ ഹിറ്റൈറ്റുകൾ. അപ്പോൾ ഹിറ്റൈറ്റുകൾ ഏതാണ്ട് BC 1200 ആയപ്പോഴത്തേനും they were destroyed. സി പീപ്പിൾ വന്നിട്ട് തകർത്ത് കളഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 100 വർഷം കഴിഞ്ഞ് ഇവർ വലിയ ശക്തിയൊന്നുമില്ലാത്ത ജനവിഭാഗം ആയപ്പോഴാണ് അവർ ഈ യഹൂദ പട്ടാളത്തിൽ കയറിയത്. അങ്ങനെ കയറി യൂരിയാവിൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഈ ബാത്ശേബ ഹിന്ദു സ്ത്രീയാണ്. കാര്യം ബാത്ശേബയുടെ ദൈവങ്ങളെന്ന് പറയുന്നത് ഇന്ദ്രൻ, വിത്രൻ, വരുണൻ, ഋഗ്വേദത്തിലെ ദൈവങ്ങളാണ്, ഹിറ്റൈറ്റിലെ ദൈവങ്ങളാണ്. അതുകൊണ്ടാണ് ശലോമോന് ശരിക്ക് ഈ യഹൂദ വിശ്വാസത്തിൽ വളർത്താൻ പറ്റിയില്ല. കാര്യം പകുതി ഹിന്ദു മതവും പകുതി യഹൂദ മതമാണ്. അപ്പോൾ ശലോമോൻ്റെ ഫിലോസഫി വരുമ്പോൾ, സദൃശവാക്യങ്ങളും സങ്കീർത്തനമൊക്കെ വരുമ്പോൾ അതിനകത്ത് ഈ ഹിന്ദുമത ഫിലോസഫി മിക്സ് ചെയ്യാൻ തുടങ്ങിയ ശേഷം അത് യഹൂദന്മാരുടെ വിശ്വാസസംഹിതയിലും അത് കഴിഞ്ഞ് ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെ വിശ്വാസസംഹിതയിലും വരാൻ തുടങ്ങി. അപ്പം യഹൂദന്മാർ ശലോമോനെന്നും ക്രിസ്ത്യാനികൾ സോളമനെന്നും മുസ്ലിങ്ങൾ സുലൈമാനെന്നും വിളിക്കുന്ന ഒരേ ആളിനാണ്. യഹൂദന്മാർ ദാവീദ് എന്ന് വിളിക്കും, ക്രിസ്ത്യാനികൾ ഡേവിഡ് എന്ന് വിളിക്കും, മുസ്ലിങ്ങൾ ദാവൂദ് എന്ന് വിളിക്കും. അപ്പോൾ ഈ പേരിങ്ങനെ പ്രൊണൗൺസിയേഷൻ മാറുമെങ്കിലും ബേസിക് ഫിലോസഫിയിൽ
ഇന്ത്യൻ ഫിലോസഫിയും തിയോളജിയും യഹൂദന്മാരെ സ്വാധീനിച്ചു, ക്രിസ്തുമതത്തെ സ്വാധീനിച്ചു, ഇസ്ലാമിനെ സ്വാധീനിച്ചു. എന്നിട്ട് ഈ പ്രവാചകൻ അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പം അദ്ദേഹം പറഞ്ഞു, കിഴക്ക് നല്ല കാറ്റ് വരികയാണ്, കിഴക്ക് നല്ല ദേശമാണ്, അതുകൊണ്ട് അങ്ങോട്ട് നമ്മുടെ സൈന്യം പോകരുതെന്ന്. അതായത് കിഴക്കിനെ ആക്രമിക്കരുതെന്ന് പ്രവാചകൻ ഉത്തരവിട്ടു. 100 വർഷത്തോളം അവരത് പാലിച്ചു. അതിന് ശേഷം മുഹമ്മദ് ബിൻ ഖാസിം വന്നിട്ട് സിന്ധു നദി പിടിച്ചടക്കി AD 712. പിന്നെ ഒരു 400 വർഷത്തേക്ക് അവർ വന്നില്ല. പിന്നാണ് മുഹമ്മദ് ബിൻ ഖാസിം നമ്മുടെ ഈ മുഹമ്മദ് ഗോറിയും ഒക്കെ ആക്രമിച്ച് വരുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ കിഴക്കിനോടുള്ള ആ മൃദു സമീപനം പ്രവാചകന് വരാനുള്ള കാരണം ഈ സ്വാധീനമാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഈ മതങ്ങളെപ്പറ്റി പഠിച്ചങ്ങോട്ട് ചെല്ലുമ്പം ഈ കോർ മെറ്റീരിയലിലോട്ട് കയറുമ്പം ഈ കോർ മെറ്റീരിയൽ ഭൂരിപക്ഷവും ഇപ്പം യഹൂദമതം ഉണ്ടായിട്ടൊരു 3400 വർഷമല്ലേ ആയിട്ടുള്ളൂ. ഹിന്ദു മതം ഒരു 5000-6000 കൊല്ലത്തെ പാരമ്പര്യമുള്ളതുകൊണ്ട് ഈ പടിഞ്ഞാട്ടോട്ടുള്ള എല്ലാ അതിനെ സ്വാധീനിച്ചു. സോ ഇറ്റ് ഇൻഫ്ലുവൻസ് ജൂയിഷ് റിലിജൻ, ഇൻഫ്ലുവൻസ് ക്രിസ്ത്യാനിറ്റി, ഇൻഫ്ലുവൻസ് ഇസ്ലാം. അതിൻ്റെ ബേസിക് കണ്ടൻറ്റ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാകാം. അപ്പോൾ യേശുക്രിസ്തു ഈ അപ്പൻ സ്വർഗസ്നായ പിതാവേ എന്ന് മാറ്റിക്കഴിഞ്ഞപ്പോഴത്തേന് ഈ ഹിന്ദുക്കളുടെ ദേവനെ അച്ഛനും ദേവിയെ അമ്മയുമാക്കുന്ന ആ ഫിലോസഫി അവരെ സ്വാധീനിച്ചു, ക്രിസ്തുമതത്തെ സ്വാധീനിച്ചു. ഇങ്ങനെ ബേസിക് ഫിലോസഫിയിൽ ഒരുപാട് സമീപനങ്ങളുണ്ട്. ഈ കൂട്ടത്തിൽ വന്നതാണ് അസ്ട്രോളജി. അപ്പോൾ ഇന്ത്യയും ബാബിലോണും ആയിരുന്നു അസ്ട്രോളജിയിൽ വലിയ വീരന്മാർ. നമ്മുടെ അസ്ട്രോളജി ഈ യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും സ്വാധീനിച്ചു. അപ്പോൾ യാക്കോബിൻ്റെ 12 മക്കൾക്ക് പേരിടുകയാണ്. ആ 12 മക്കളെയും പേരിടുന്നത് അസ്ട്രോളജിക്കൽ സൈനാണ്, ജ്യോതിഷത്തിൻ്റെ സൈനാണ്. സൈൻ വെച്ച പേരിടുന്ന ഓരോരുത്തർക്കും റൂബൻ തൊട്ട് കീഴറ്റം ബെന്യാമീൻ വരെ പേരിടുന്നത്. ക്രിസ്തുമതം അസ്ട്രോളജിയെ ഭയങ്കരമായിട്ട് എതിർക്കും, ജ്യോതിഷം ഭയങ്കര ശത്രുതയൊക്കെയാണെന്ന് പറയും. പക്ഷേ യേശുക്രിസ്തു ജനിച്ച എങ്ങനെയാണ് വിദ്വാന്മാർക്ക് മനസ്സിലായത്? വിദ്വാന്മാർ മാഗിയാണ്, അതായത് ഇറാനി എന്നുള്ള മാഗീസാണ്. മാഗി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ മജീഷ്യൻ, അല്ലെങ്കിൽ ഈ ജ്യോതിഷമൊക്കെ അറിയാവുന്നവരാണ്. അപ്പോൾ യേശുക്രിസ്തു ജനിച്ചപ്പോൾ വേദോസം പറയുന്നതിന് ഇൻഡിക്കേഷൻ വരുന്ന ആകാശത്തിലെ നക്ഷത്രമാണ്. അപ്പോൾ ഈ വിദ്വാൻമാർ ആ നക്ഷത്രത്തെ ഫോളോ ചെയ്ത് വന്നിട്ട് ജെറുസലേമിൽ വന്നിട്ട് അവിടെ ജനിച്ച യേശുക്രിസ്തുവിനെ കണ്ടു എന്നാണ്. അപ്പോൾ ജ്യോതിഷപ്രകാരമാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം ഇവർ മനസ്സിലാക്കുന്നത്. ഇനി വേദോസത്തിലെ അവസാനത്തെ പുസ്തകം റെവലേഷനാണ്, വെളിപാട് പുസ്തകം. ആ വെളിപാട് പുസ്തകത്തിൽ യേശുക്രിസ്തു 2ാം വരെ വരുമ്പോൾ ആകാശത്തെ 12 സൊഡൈക്കൽ സൈനായിട്ട് തിരിക്കുകയാണ്. ആ 12 സൊഡൈക്കൽ സൈനിൽ ഓരോ സ്ഥലത്താണ് പത്രോസ് ലീഹ, തോമസ് ലീഹ ഒക്കെ ഇരിക്കുന്നത്. അതിനകത്ത് തൃക്കേട്ട നക്ഷത്രം വരുന്ന സ്ഥലത്താണ് തോമസ് ലീഹ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ തൃക്കേട്ട നക്ഷത്രക്കാരനാണ്, എൻ്റെ നക്ഷത്രത്തിലാണ് തോമസ് ലീഹ വരുന്നത്. അപ്പോൾ ഈ അസ്ട്രോളജിയാണ് ഈ അസ്ട്രോളജി വേദോസത്തിൽ സ്വാധീനിച്ചത് ഇന്ത്യയിൽ നിന്നുള്ള ജ്യോതിഷമാണ്. ഇന്ത്യൻ ജ്യോതിഷം ബാബിലോൺ വഴി ചെന്നിട്ട് അവരെ സ്വാധീനിച്ചു. ഇനി പ്രവാചകന്മാരെന്ന് പറയുന്ന വേദോത്സവത്തിലെ സങ്കല്പമുണ്ട്. അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് യഹൂദന്മാർക്ക് വേദോത്സവത്തിലാണ്ട് 18 പ്രവാചകന്മാരുണ്ട്. ക്രിസ്തുമതം 19ാമത്തെ യേശുക്രിസ്തു വന്നു. യേശുക്രിസ്തുവിനെ പക്ഷേ ക്രിസ്ത്യാനികളുടെ പ്രവാചകൻ എന്നല്ല വിളിച്ചത്, ദൈവപുത്രൻ എന്ന് വിളിച്ചു. പക്ഷേ 19ാമത്തെ പ്രവാചകനായിട്ട്. മുസ്ലിങ്ങൾക്ക് 20ാമത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി. അപ്പോൾ 18 കോമൺ ആണ്, ക്രിസ്ത്യാനിക്ക് ഒരെണ്ണം കൂടെ കൂടി മുസ്ലിം എത്തിയപ്പം 20 അപ്പോൾ ഈ കോമണായ പ്രവാചകന്മാരുടെ ഫിലോസഫി അങ്ങോട്ട് എടുക്കുമ്പോൾ ഈ ഫിലോസഫിയെ വലിയ രീതിയിൽ നമ്മൾ സ്വാധീനിക്കുകയാണ്. അപ്പം വേദോസ് പ്രവാചകൻ എന്ന് വിളിക്കുന്നത് നമ്മൾ മലയാളത്തിൽ കണിയാനെന്ന് വിളിക്കും, ഭാവിയെ പ്രവചിക്കുന്നവൻ കണിയാൻ. അവിടെ പേര് മാറ്റി പ്രവാചകൻ എന്ന് വിളിക്കും. പക്ഷേ ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാമെന്നും അത് സിഗ്നൽസ് ഉപയോഗിച്ച് സിമ്പിൾസ് ഉപയോഗിച്ച് പ്രെഡിക്റ്റ് ചെയ്യാമെന്നും വളരെ ശ്രദ്ധയായിട്ട് വേദോത്സവം പഠിപ്പിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.